ഇനി ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കൊക്കെ മാറ്റി വെച്ച് ഞാനും കുട്ടികളും പിന്നെ മറൈൻ എക്സ്പോ കാണാനാണ് പോയത്. അപ്പോൾ ഒരുപാട് ദിവസമായി അതവിടെ വന്നിട്ട്, പക്ഷേ സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കുണ്ടായതുകൊണ്ട് ഞങ്ങൾ പോകാൻ സമയം കിട്ടിയിട്ടില്ലേന്. ഗേറ്റ് കടന്ന പാടന്നെ മോന് പോപ്കോണിൻ്റെ ഒരു കൗണ്ടറാണ് കണ്ടത്. അപ്പോൾ ഓനക്ക് അവിടുന്ന് ചോക്ലേറ്റിൻ്റെ പോപ്കോൺ വേണമെന്ന് പറഞ്ഞ് അത് ഞാൻ അവനക്ക് വാങ്ങിക്കൊടുത്ത്. പിന്നെ ഞങ്ങൾക്ക് 5 ആൾക്കുള്ള ടിക്കറ്റ് വാങ്ങി. ഒരു ടിക്കറ്റിന് 100 രൂപ വെച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ അതിനുള്ളിൽ കയറിയപ്പോൾ ഫസ്റ്റ് കണ്ടത് മഞ്ഞിൻ്റെ പിക്ചറുകളായിരുന്നു. പിന്നെ അടുത്തത് കിടക്കുന്നത് ഒരു ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് കുറച്ച് സ്ഥലത്തായിരുന്നു. അവിടെ കുറച്ച് സ്ഥലം കാണാനുള്ളൊന്നുമില്ല, പക്ഷേ അപ്പുറത്തുള്ള ഫിഷിനൊക്കെ മോന് കാണുന്നുണ്ടായിരുന്നു. അതാണ് മോനിങ്ങനെ കാണിച്ചു തരുന്നത്. പിന്നെ പോയ സ്ഥലത്ത് ഫുള്ളായിട്ട് പഞ്ഞി കൊണ്ട് മഞ്ഞ് പോലെ ഉണ്ടാക്കി വെച്ച സ്ഥലങ്ങളായിരുന്നു. നമ്മളൊരു മഞ്ഞിൻ്റെ സ്ഥലത്ത് എത്തിയ പോലെ തന്നെ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം നല്ല കൂളിംഗ് ആയിരുന്നു അവിടെ. മഞ്ഞുള്ള സ്ഥലത്ത് കാണാൻ പറ്റുന്ന എല്ലാ മൃഗങ്ങളെയും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കാദ്യം തോന്നല് ഒരുപാട് ആളുകൾ പ്രയത്നത്തിൻ്റെ ഫലമാവും ഇങ്ങനെ ഉണ്ടാക്കൽ. കാരണം നമ്മളൊക്കെ സ്റ്റിച്ചിങ് ഡിസൈൻ ചെയ്യണ പോലെ തന്നെ ആവും ഇത് ഓരോ സ്ഥലങ്ങളും കണ്ടു വന്നിട്ട് അതേപോലെ ഡിസൈനിങ്ങിൽ പകർത്തിയിട്ടുണ്ടാക്കുന്നതാവും ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മക്കളിത് കാണാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് തോന്നിയത് കുറച്ചൊക്കെ വീഡിയോ എടുത്ത് കണ്ടേ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ്. ഒന്നും നമുക്ക് തൊടാൻ പറ്റില്ല, തൊടാൻ പറ്റാത്ത അകലത്തിലാണ് ഓല് ഉണ്ടാക്കി വെച്ചിരുന്നത്. പിന്നെ അവിടെ നമുക്ക് നടക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെയാണ് ഞങ്ങൾ നടന്നത്. പിന്നെ ഞങ്ങൾ ഒരുപാട് ആളുകൾ കുറച്ച് തിരക്ക് കൂട്ടിക്കാണ്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ഒരു വൈറ്റ് ആനനെ പോലെ ഒരു ആനയുണ്ട്, അതിനെ നമുക്ക് തൊടുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നാണ് ഫോട്ടോ എടുക്കേണ്ടത്. പക്ഷേ ഞാൻ അതൊന്നും പോയില്ല. പിന്നെ ഞങ്ങൾ ചെന്നത് ഒരുപാട് മീനുള്ളൊരു സ്ഥലത്തേക്കായിരുന്നു. അപ്പോൾ മക്കൾക്ക് മീനിൻ്റെ എക്സൈറ്റഡ് കൂടി ഓടിപ്പോണാണ് കാണുന്നത്. പിന്നെ മീനിൻ്റെ കുറച്ച് ലോകമായിരുന്നു. നല്ല ഭംഗിയുള്ള മീനുകളുണ്ടായിരുന്നു. എല്ലാം ശരിക്കും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അവരോട് ഒഴിഞ്ഞിക്കാനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കണ്ടതൊക്കെ ഇങ്ങനെ ഒന്നും ആളുകൾ മുന്നിലില്ലാത്തതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് പോയി. പിന്നെ ഈ കുഞ്ഞു മീനുകളാണ് ഏറ്റവും ഭംഗി കാണാൻ. വലിയ മീനുകളെക്കാളും ഭംഗി കുഞ്ഞു മീനുകളായിരുന്നു. പിന്നെ ഈ ഒരു ചില്ലിട്ട ഭാഗത്ത് കൂടെ നടന്നു പോയി. അപ്പോൾ ഈ ചില്ലിട്ട ഭാഗത്തോടെ ഏറ്റവും കാണാൻ ഭംഗി ഉണ്ടായിരുന്നത് ചെറിയ മീനുകളൊരു ലോകം ഉണ്ടായിരുന്നു. നല്ല പല പല കളറിലുള്ള ചെറിയ മീനുകൾ. അപ്പോൾ അതായിരുന്നു ഏറ്റവും കാണാൻ ഭംഗി ഉണ്ടായിരുന്നത്. പിന്നെ മീനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുഞ്ഞു മീനുകളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അതിൻ്റെ അടുത്തൊന്നും പോരാൻ തോന്നില്ല, കാരണം അത്രക്കും പല പല കളറിൽ കുഞ്ഞു മീനുകളായിരുന്നു അത്. പിന്നെ ഈ കുഞ്ഞു മീനുകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുന്നത് ഒരു മത്സ്യകന്യകനെയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ കഴിയില്ല, കാരണം അത്രക്കും ആളുകളായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ചെല്ലണത് കുറച്ച് സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകളായിരുന്നു. ഓരോരുത്തരുടെ പ്രൊഡക്റ്റിന് ഓരോരോ സ്റ്റാളുകളായിട്ട് കണ്ട്. പിന്നെ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. പിന്നെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഫുഡ് കഴിക്കണതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഒക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പോയതാണ്, പക്ഷെ മറന്നുപോയി. ഇത് ഓരോന്ന് കണ്ടപ്പോഴേ അങ്ങനെ ഓരോന്ന് കണ്ട് ഓരോ ഭക്ഷണം കഴിച്ച് അങ്ങനെ നിന്ന്. പിന്നെ മോൻക്ക് ഇതിലൊന്ന് കുറച്ച് കയറണം പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം ഓനെ കയറ്റി. അപ്പോൾ ഓനെ വീഡിയോ എടുക്കാൻ നിന്നതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇവിടെ ഒരുപാട് കയറുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല. ഒന്നാമത് സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് സമയമായിട്ടുണ്ട്, 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒന്നിലും അവന് കയറാൻ നിന്നിട്ടില്ല. പിന്നെ മോൻക്ക് ഇതിലൊന്ന് കയറണം പറഞ്ഞ് അങ്ങനെ മോന് കയറിയപ്പോൾ കുറച്ച് ആളുകൾ അതിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ വെയിറ്റ് ചെയ്ത് കുറച്ചൊക്കെ ആളുകളായി. പിന്നെ അത് സ്റ്റാർട്ടാക്കി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന്. ഞങ്ങൾ പിന്നെ വേറെ വീഡിയോസൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഈ ചാനലിൽ ഞാൻ അധികം സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഉണ്ടല്ലേ. പിന്നെ ഇങ്ങനത്തെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ വീഡിയോസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അധികം സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഉണ്ടാവല്ലേ. അപ്പോൾ അടുത്ത സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരാം.